Good afternoon. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. എല്ലാവർക്കും PDF കാണാമോ? പഴയ PDF ആണോ കാണുന്നേ? ആ. നോക്കട്ടെ കേട്ടോ. ഇപ്പൊ കാണാമോ? ഓക്കെ. ടീച്ചറെ കാണാമോ? ടീച്ചറിനെ കാണാമോ? ഇല്ല. ഇപ്പൊ നോക്കിയേ. കാണാലോ? കാണാം. ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ?
നല്ല വിശേഷം. നമ്മൾ കുറെ ദിവസത്തെയാണല്ലേ കാണണം. ഫസ്റ്റ് ആവണം കാണണം. സുഖാണ്. സുഖം. എങ്ങനെയുണ്ട് മഴയൊക്കെ എങ്ങനെയുണ്ട്? കൂടിയോ കുറഞ്ഞോ? കൂടുതലാണ്. ആണോ? ഓഹോ. എന്ത് പറ്റി താമരയ്ക്ക്? ഇടയ്ക്കിടയ്ക്കുണ്ട്. ശരി. PDF എപ്പോഴെങ്കിലും പോകുമ്പോ പറയണേ. ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചു. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ ആരെങ്കിലും? എല്ലാവർക്കും വരുന്നുണ്ടോ? ഇല്ല. എന്താ? വരുന്നുണ്ട് കണ്ടോ? ഇത്രയും പേർക്ക് ഉറക്കം വരുന്നുണ്ട്. ചെറുതായിട്ട്. എനിക്ക് നല്ലോണം തോന്നുന്നുണ്ട്. യെസ്. ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഉറങ്ങല്ലേ ആരും. നമ്മള് മൊഡ്യൂൾ 1 ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ? ഇവിടെ വരെ പറഞ്ഞു ടൈപ്സ് ഓഫ് OT വരെയല്ലേ എടുത്തത്? ടൈപ്സ് ഓഫ് OT. അതെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉറങ്ങി വീണോ? മീൻസ് കഴിഞ്ഞ പീരീഡ് ഉറങ്ങി വീണെന്നാണോ പറഞ്ഞേ? ആണോടോ? കഴിഞ്ഞ പീരീഡ് ആരായിരുന്നു? ആരായിരുന്നു കഴിഞ്ഞ പീരീഡ്? 27 ആരായിരുന്നു? രമ്യ മിസ്സ. ആ. ഏത് ചാപ്റ്റർ ആയിരുന്നു ഉറങ്ങാനായിട്ട് നിങ്ങൾക്ക്? ഏത് ചാപ്റ്റർ ആയിരുന്നു? ഫ്രണ്ട് ഓഫീസ് ആണോ? ഫാർമസി. ആ പിന്നെ ഉറങ്ങാം. ഫാർമസി കിടന്നൊക്കെ ഉറങ്ങാൻ പറ്റും അല്ലേ? ഓക്കെ. തുടങ്ങിയാലോ? എല്ലാവരും ഓക്കെ ആണോ? ക്ലാസ് എടുക്കാൻ ഓക്കെ ആണെങ്കിൽ തുടങ്ങാം. ഓക്കെ. നിങ്ങളുടെ വിലയേറിയ സമയം കളയുന്നില്ല. ഓക്കെയാണ്. ഓക്കെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് OT ആണ് ഡിസ്കസ് ചെയ്തത്. 3 ടൈപ്സ് ഓഫ് OT ആണുള്ളത്. ഏതൊക്കെയാണ് OT? ഏതൊക്കെയാണ് 3 ടൈപ്സ് ഓഫ് OT? അശ്വതി മിസ്സിന്റെ ക്ലാസ്സിൽ മാത്രമാണ് ഉറക്കം വരാത്തത്. ഇംഗ്ലീഷ് ആയതുകൊണ്ടാണോ? അപ്പൊ എന്റെ ക്ലാസ്സിൽ ഉറക്കം വന്നിട്ടുള്ളൂ. അതെന്ത് പരിപാടിയാണോ അങ്ങനെ പറഞ്ഞത്? ശരിയായില്ല. ആ ഫേവററ്റിസം കാണിക്കാൻ പാടില്ല. മോഡുലാർ, ഇന്റഗ്രേറ്റഡ് ആൻഡ് ഹൈബ്രിഡ് OT. ഓക്കെ. ശരി. യെസ്. എന്തായാലും ഉറക്കം വരണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോ എന്തായാലും ക്ലാസ് ശ്രദ്ധിച്ചേ മതിയാവും കേട്ടോ. ഒന്നും ചെയ്യാനില്ല. ഇംഗ്ലീഷ് പോലെ എല്ലാ സബ്ജക്റ്റും പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ എന്താണെങ്കിലും നമുക്ക് പറയുകയും പഠിക്കുകയും ചെയ്യാം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നോക്കുന്നത് പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. യെസ്. അതായത് എന്തായിരിക്കും ഇവിടെ പഠിക്കാനുള്ളത് നമുക്ക്? പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ എന്തിൽ നിന്നുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്? തിയേറ്റേഴ്സിനകത്ത് പല രീതിയിലുള്ള അപകട സാധ്യതകളുണ്ട് അല്ലെ? പല ഏരിയാസിൽ നിന്നുള്ളൊക്കെ പല ഹസാർഡ്സ് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിയേറ്റേഴ്സിന് മാത്രം നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിവെന്റീവ് മെഷറുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. യെസ്. പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. Put on shoes prepared for nurses with non-slip soles. Put on shoes prepared for nurses with non-slip soles. എങ്ങനെയുള്ള ഷൂസ് ആയിരിക്കണം നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്? എങ്ങനെയുള്ളതായിരിക്കണം? സ്ലിപ്പ് ആവാത്ത രീതിയിലുള്ള ഷൂസ് ആയിരിക്കണം നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് അല്ലെ? അത്യാവശ്യം ഗ്രിപ്പുള്ള രീതിയിലുള്ള ഷൂസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ എന്താണ് സ്കിപ്പ് ചെയ്ത് വിടാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് സ്ലിപ്പ് നോൺ സ്ലിപ്പ് ആയിട്ടുള്ള ഷോൾസ് ആയിരിക്കണം നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. Handle sharp objects with utmost care.
proper waste disposal also. ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് വിത്ത് ഔട്ട്മോസ്റ്റ് കെയർ. നമ്മൾ എന്തെങ്കിലും മൂർച്ചയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൂർച്ചയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഔട്ട്മോസ്റ്റ് കെയർ കൊടുത്തിട്ടായിരിക്കും അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, മാത്രമല്ല ഈ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഡിസ്പോസൽ ചെയ്യേണ്ട കണ്ടെയ്നറിൽ മാത്രമായിരിക്കും നമ്മൾ ആ മെറ്റീരിയൽസ് ഡിസ്പോസൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? അതായത് മൂർച്ചയുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ ഏതൊക്കെയായിരിക്കും ഷാർപ്പ് ഒബ്ജക്ട്സുകൾ എന്ന് പറയുമ്പോൾ തിയേറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന ഷാർപ്പ് ഒബ്ജക്ട്സ് ഏതൊക്കെയായിരിക്കും? പറഞ്ഞേ, ഷാർപ്പ് ഒബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഇഞ്ചക്ഷനോ, സിസേഴ്സ്, കത്തി, എന്തൊക്കെയാണ് നീഡിൽ, പിന്നെ സിസേഴ്സ്, നീഡിൽസ്, പിന്നെന്താണ് സിറഞ്ച്, അങ്ങനെ എക്സെട്ര എക്സെട്ര. ഓക്കെ, ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം അല്ലെ? അതായത് മുറിവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് ഉപയോഗിച്ചതിന് ശേഷം അത് പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് ഡിസ്പോസൽ ബാഗിലേക്ക് ആയിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഷാർപ്പ് ഒബ്ജക്ട്സുകളെല്ലാം നമ്മൾ പഞ്ചർ റെസിസ്റ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കും നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം അത്രയുള്ള ഷാർപ്പ് മെറ്റീരിയൽസ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, then install ground fault circuit interpreters. Called a skilled electrician to test and repair damaged equipment. Install ground fault circuit interrupters. എന്താണ് GFCI എന്ന് പറയും നമ്മൾ അതിനെ. എന്താണത് GFCI? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇതിനു വേണ്ടിയിട്ടാണ് GFCI ഉപയോഗിക്കുന്നത്? അറിഞ്ഞൂടാ? ഏതെങ്കിലും ഇലക്ട്രിക്കൽ ഒബ്ജക്ട്സിന് എന്തെങ്കിലും ഷോർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇലക്ട്രിസിറ്റി സംബന്ധമായിട്ടാണ് അല്ലെ? അതായത് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് അത് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഏതെങ്കിലും കണക്ഷൻസിനൊക്കെ എന്താണ് എന്തെങ്കിലും ഒരു ഷോക്കിംഗ് ടെൻഡൻസി ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും? ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. അതായത് നമുക്ക് എന്തെങ്കിലും അതിൽ അപകട സാധ്യതകൾ ഉണ്ടെങ്കിൽ ഏറ്റവും സെക്കൻഡ്സുകൾക്കുള്ളിൽ അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഈ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് സഹായിക്കും. ഓക്കെ, യെസ്. അപ്പൊ അതെന്തായാലും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ എന്താണ് സ്കിൽഡ് ഇലക്ട്രീഷ്യൻ ടു ടെസ്റ്റ് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് എക്യുപ്മെന്റ്. ഇനി ഏതെങ്കിലും എക്യുപ്മെന്റ്സ് അതിനകത്ത് തകരാറായിട്ടുണ്ടെങ്കിൽ എന്താണ് സ്കിൽഡ് ആയിട്ടൊരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആ ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ക്ലിയർ ചെയ്യുക. റീപ്ലേസ് ചെയ്യേണ്ടത് എന്തായാലും റീപ്ലേസ് ചെയ്യുക. ഡാമേജ് ചെയ്തത് എന്താണ് ഡാമേജ് ആയിട്ടുള്ളതിനെ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന എന്താണ് നമ്മളത് ആവശ്യാനുസരണം മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? തേർഡ് പോയിന്റ്. അയാളുടെ വീഡിയോ ഓൺ ആണ് കേട്ടോ. എനിക്ക് എന്തായാലും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ കുറച്ചു പേരെ കാണുന്നുള്ളൂ. Then put on a radiation dosimeter, badge or other. When exposed to radiation, follow all safety instructions to lessen exposure to a minimum. Put on a radiation dosimeter. Dosimeter നെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഡോസിമീറ്റർ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഡോസിമീറ്റർ എല്ലാം ഇങ്ങനെ പോവല്ലേ? എന്തിനായിരിക്കും? അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കിയേ. എന്ത് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? റേഡിയേഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? പ്രത്യേകിച്ച് ഇതൊരു ബാഡ്ജ് രൂപത്തിലോ അല്ലെങ്കിൽ നമുക്ക് പോക്കറ്റ്സിലോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഈസി ടു വെയർ ആണിത്. ഈ ഡോസിമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോഷർ റേഡിയേഷൻ എക്സ്പോഷർ എത്രത്തോളം ഉണ്ടെന്ന് അളക്കുന്നതിന് വേണ്ടി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാഫുകൾ എന്ത് ഉപയോഗിക്കുന്നത്? റേഡിയേഷൻ ഡോസിമീറ്ററുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. കണ്ടിട്ടുണ്ടോ നിങ്ങളത്? ഡോസിമീറ്റർ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, പിന്നെ ഇങ്ങനെ കാണും അല്ലെ? യെസ്. റേഡിയേഷൻ എക്സ്പോഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഡിവൈസ് ആണ് കേട്ടോ. അല്ലെങ്കിൽ ബാഡ്ജ് ആയിട്ടോ അതർ മെറ്റീരിയൽ ആയിട്ടോ നമുക്ക് എന്താണ് അത് വെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിലൊക്കെ മെഷർമെന്റ്സ് അറിയാൻ പറ്റും. എത്രത്തോളം റേഡിയേഷൻ എക്സ്പോഷർ ആയിട്ടുണ്ടെന്ന് നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, then install air conditioning with effective general ventilation in operating rooms to lessen heat stress and remove odors, gases and vapors. ഇൻസ്റ്റാൾ എയർ കണ്ടീഷനിങ്. നിർബന്ധമായിട്ട് എന്താണ് എയർ കണ്ടീഷനിങ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്? അതായത് ജനറൽ വെന്റിലേഷൻസ് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണ് നമുക്ക്? എപ്പോഴാണ് ജനറൽ വെന്റിലേഷൻ ആവശ്യമായിട്ട് വരുന്നത്? എന്തിനേക്ക് തള്ളുന്നതിന് വേണ്ടിയിട്ടാണ്? എന്തിനേക്ക് പുറം തള്ളുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ
എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കുന്നത്? ഹീറ്റ് സ്ട്രെസ് അല്ലെ, ആ ഹീറ്റ് താപസമ്മർദ്ദം പുറത്തേക്ക് തള്ളുന്നതിന് വേണ്ടി. പ്രത്യേകിച്ച് നമുക്ക് അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്? ഓഡേഴ്സ് ഉണ്ടാവാം, ഗ്യാസസ് ഉണ്ടാവും, വേപ്പേഴ്സ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ദുർഗന്ധങ്ങൾ ഉണ്ടാവും, മറ്റു പല വാതകങ്ങൾ ഉണ്ടാവാം അല്ലെ. ഇതെല്ലാം തന്നെ ഇതിനകത്ത് തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടി, ഹീറ്റ് സ്ട്രെസ് എപ്പോഴും തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കുന്നത്. ഹീറ്റ് സ്ട്രെസ് ലെസൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയർ കണ്ടീഷനിങ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? Okay. Yes. ഇനി nurses sensitive to natural rubber lactose must use non-lactose or powder-free lactose gloves. Avoid contact with other latex products. ഒന്ന് ശ്രദ്ധിച്ചേ. Nurses sensitive to natural rubber lactose must use non-lactose or powder-free lactose gloves and avoid contact with other latex products. എന്താ പറയുന്നത്? ചില നഴ്സുമാർക്ക് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള റബ്ബർ ഗ്ലൗസസ് ഉള്ള അത് യൂസ് ചെയ്യുമ്പോൾ എന്താണ് നാച്ചുറൽ ഗ്ലൗസസിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് കണ്ടിട്ടില്ല, നിങ്ങളൊരു ചെറിയ പൊടി കാണാം, ഒരു വെളുത്ത പൊടി കാണാറില്ലേ നമ്മള്? അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഊരി കഴിയുമ്പോൾ അതിന്റെ ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയൊരു പൗഡർ നമ്മുടെ കയ്യിലാവാറുണ്ട്. അതാവുന്ന സമയത്ത് പല നഴ്സുമാരെ സംബന്ധിച്ച് അവർക്ക് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ പല രീതിയിൽ ഇറിറ്റേഷൻസ്, ചൊറിച്ചിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സ്കിന്നുമായി ബന്ധപ്പെട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അലർജി ഉള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? പൗഡർ ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസസ് ആയിരിക്കണം ധരിക്കേണ്ടത്. പൗഡർ ഫ്രീ ആയിട്ടുള്ള ലാറ്റക്സ് ഗ്ലൗസസ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. മാത്രമല്ല ഇതേപോലുള്ള പൗഡർ ഐറ്റംസിൽ നിന്ന് നമ്മൾ എന്താണ് മാക്സിമം അത് കോണ്ടാക്ട് വരാതിരിക്കാനായിട്ട് അത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പൗഡർ ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസസ് ബ്ലൂ കളറിലെ ഗ്ലൗസ് കണ്ടിട്ടില്ലേ? ബ്ലൂ കളറിലെ കോമൺ ആയിട്ട് കാണുന്നത് ബ്ലൂ ആണ്. വൈറ്റ് കളറിലുണ്ട്, പൗഡർ ഫ്രീ ആയിട്ടുള്ള ബ്ലൂ കളറിലുണ്ട്, വൈറ്റ് കളറിലുണ്ട്, പല കളർ കോമ്പിനേഷൻസിൽ ഇപ്പൊ കാണുന്നുണ്ട്. എന്നാൽ കോമൺ ആയിട്ട് കാണുന്നത് എന്താണ്? ബ്ലൂ കളർ കോമ്പിനേഷൻസ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക, നാച്ചുറൽ റബ്ബർ ലാക്ടസ് ഗ്ലൗസസിനോട് സംവേദനക്ഷമതയുള്ള നഴ്സുമാർ എന്ത് ഉപയോഗിക്കണം? പൗഡർ ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസസ് ആയിരിക്കണം ഉപയോഗിക്കണം കേട്ടോ. യെസ്. Then follow established and appropriate infection control precaution, assuming blood body fluids. Follow established and appropriate infection control precautions, assuming blood body fluids. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറയുന്നത്. പ്രത്യേകമായിട്ട് നമുക്ക് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് പടരാതിരിക്കാനായിട്ടുള്ള എല്ലാത്തരം പ്രിക്കോഷൻസും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം. അത് കൃത്യമായിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന പോളിസീസ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പാലിക്കേണ്ടതുണ്ട്. ഓക്കെ, യെസ്. അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. എന്തിൽ നിന്ന്? ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് പടരാതിരിക്കാൻ വേണ്ടി നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് എല്ലാവരും ഫോളോ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ. Wash hands or other exposed skin surface after coming into contact with blood or body fluids. Wash hands and other exposed skin surface after coming into contact with the blood or body fluids. ഇനി എന്താണ് നമ്മള് പ്രത്യേകിച്ച് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് സമ്പർക്കം വരുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മാത്രമല്ല അല്ലാതെ നമ്മുടെ സ്കിൻ സർഫേസസിൽ എവിടെയെങ്കിലും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം കേട്ടോ. എവിടെയെങ്കിലും എന്താണ് ഇത് ഫ്ലൂയിഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് സമ്പർക്കം വരുന്ന സമയത്ത് കൃത്യമായിട്ട് കൈകൾ വാഷ് ചെയ്യണം. ഓക്കെ, യെസ്. അല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ഹാൻഡ് സ്ക്രബ് ഉപയോഗിച്ചുകൊണ്ട് കൈകൾ നല്ല രീതിയിൽ ശുചിയാകും. And provide lifting aids for the lifting and shifting of heavy patients. Consult occupational safety specialist on the safe handling of heavy patients. Provide lifting aid for lifting and shift heavy patients. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ തിയേറ്റേഴ്സിലൊക്കെ അമിത ഭാരമുള്ള വ്യക്തികൾ ഉണ്ടാവും അല്ലെ, പേഷ്യൻസില്. ഇപ്പൊ ഒബീസിറ്റി ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല നിങ്ങൾ? പൊണ്ണത്തടിയുള്ളവർ അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് വെയിറ്റ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും പിടിച്ചു ഉയർത്താൻ പറ്റില്ല. ഇപ്പൊ വീൽചെയറിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് മാറ്റാനോ ബെഡിലേക്ക് മാറ്റാനോ നമുക്ക് ഒറ്റയ്ക്ക് പറ്റണമെന്നില്ല അല്ലെ. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്താണ് അവിടെ ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും അല്ലെ, ഒക്യുപേഷണൽ സേഫ്റ്റി ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും. അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം നമ്മൾ ഹെവി പേഷ്യൻസ്, അതായത് അമിത ഭാരമുള്ള പേഷ്യൻസിനെ എവിടെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ ബെഡിൽ നിന്ന് സ്ട്രക്ചറിലൊക്കെ മാറ്റുന്ന സമയത്ത്
ഇത്തരം നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടായിരിക്കണം നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കുക. എന്താണ് ഹൈവേ ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം അവരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. Then checking for anesthetic and oxygen gas leakages. നിർബന്ധമായിട്ടും എന്താണ് തിയേറ്റേഴ്സിനകത്തുള്ള അനസ്തെറ്റിക് ഗ്യാസുകളും ഓക്സിജൻ ഗ്യാസ് ഒക്കെ എന്താണ് അതിലെന്തെങ്കിലും ലീക്കേജസ് ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നിരന്തരമായിട്ട് മോണിറ്റർ ചെയ്തിരിക്കണം. ഓക്കെ, then control of fire danger. എന്താണ് കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ? എന്തെങ്കിലും തരത്തിൽ തീപിടുത്ത സാധ്യത ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയന്ത്രണങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പഠിച്ച എന്താണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സിനകത്ത് നിരവധി അപകട സാധ്യതകളുണ്ട്. അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടി നോക്കാം, കൂടി നോക്കാം കേട്ടോ. യെസ്, നഴ്സസ് എന്ന് പറയാൻ എങ്ങനെയുള്ള ഷൂസ് ആയിരിക്കണം ഇവിടെ ധരിക്കേണ്ടത്? നോൺ സ്ലിപ്പ് ആയിട്ടുള്ള ഷൂസ് ആയിരിക്കണം ധരിക്കേണ്ടത്. ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അറ്റ്മോസ്റ്റ് കെയർ കൊടുത്തിട്ടായിരിക്കണം ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്. മാത്രമല്ല ഷാർപ്പ് ഒബ്ജക്ട്സുകൾ നമ്മൾ ഒരു പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അല്ലെ, പ്രത്യേകിച്ച് പങ്ക്ചർ റെസിസ്റ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലേക്ക് ആയിരിക്കണം നമ്മുടെ മൂർച്ചയുള്ള വസ്തുക്കള് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിക്കൽ കോഡ്സിൽ എന്തെങ്കിലും തകരാറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുക. ഏതെങ്കിലും ഉപകരണങ്ങൾക്ക് തകരാറുകൾ ഉണ്ടെങ്കിൽ സ്കിൽഡ് ആയിട്ട് ഇലക്ട്രീഷ്യനെ വിളിച്ചതിന് ശേഷം ആ എക്യുപ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി നിർബന്ധമായിട്ടും സ്റ്റാഫുകൾ എന്താണ് റേഡിയേഷൻ എക്സ്പോഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റേഡിയേഷൻ ഓക്സിമീറ്റേഴ്സ് ധരിക്കുക. ഓക്കെ, then install air conditioning with effective general ventilation. അതായത് തിയേറ്റേഴ്സിനകത്ത് ഹീറ്റ് സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള ദുർഗന്ധങ്ങള് ഗ്യാസസ് വേപ്പേഴ്സ് ഇതൊക്കെ തങ്ങി നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതിനെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എയർ കണ്ടീഷനിങ് സ്ഥാപിക്കുക. ഓക്കെ, പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള നഴ്സുമാർ എന്ത് ചെയ്തിരിക്കണം, പൗഡർ ഫ്രീ ആയിട്ടുള്ള റബ്ബർ ലാക്ടസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതായത് നാച്ചുറൽ റബ്ബർ ലാക്ടസിന് പകരം എന്ത് ഉപയോഗിക്കണം, പൗഡർ ഫ്രീ അല്ലെങ്കിൽ നോൺ ലാക്ടസ് പൗഡർ ഫ്രീ ലാക്ടസ് ഗ്ലൗസസുകളായിരിക്കണം അവർ ഉപയോഗിക്കേണ്ടത്, പ്രത്യേകിച്ച് സ്കിന്നിന് സെൻസിറ്റീവ് സ്കിന്നുള്ള നഴ്സുമാർ. പിന്നെ നമ്മൾ എന്താണ് നിർബന്ധമായിട്ട് ബ്ലഡിൽ നിന്ന് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ആയിട്ട് ഇടപെടുന്ന സമയത്ത് നിർബന്ധമായിട്ട് എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കണം പ്രത്യേകിച്ച് അത്തരത്തിൽ അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടത്. നിർബന്ധമായിട്ട് എന്താണ് അതിനുശേഷം നമ്മൾ എന്താണ് കൈകളെ വൃത്തിയായിട്ട് ശുചിയാക്കേണ്ടതുണ്ട്. ഇനി അമിത ഭാരമുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്താണ് ഓക്യുപേഷൻ സേഫ്റ്റി ഓഫീസേഴ്സിൽ നിന്നും നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടായിരിക്കണം അമിത ഭാരമുള്ള ഹെവി പേഷ്യൻസിനെ നമ്മൾ ലോഡ് ചെയ്യുന്നത്. പിന്നെ അനസ്തെറ്റിക് ഗ്യാസുകളും ഓക്സിജൻ ഗ്യാസ് ലീക്കേജ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് കൺട്രോൾ ഓഫ് ഫയർ, ഏതെങ്കിലും തരത്തിൽ തീപിടുത്ത സാധ്യത ഉണ്ടെങ്കിൽ അതും നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ, വായിച്ചു നോക്കൂ കേട്ടോ. കഴിയുമ്പോ പറയണേ. ഓക്കെ, ശ്രുതി, ശരണ്യ, ഐഡിയ, ഓക്കെ, അനുശ്രീ, റനിഷ, ചിഞ്ചു, ആര്യ. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ജെനി, യെസ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആണ്. എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ്, അതായത്
ഓപ്പറേഷൻ തിയേറ്റേഴ്സിനകത്ത് എമർജൻസി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാഫുകളുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. യെസ്, ഫസ്റ്റ് പോയിന്റ് നോക്കാം. Cardiac trolley with a defibrillator has to be readily available. Cardiac trolley with a defibrillator has to be readily available. കാർഡിയാക് ട്രോളി അടങ്ങുന്ന ഡെഫിബ്രിലേറ്റർ വന്നിട്ടില്ലേ, നമ്മൾ ഹാർട്ടിന്റെ പ്രവർത്തനം റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം കണ്ടിട്ടില്ലേ, ഫസ്റ്റ് പറഞ്ഞാണല്ലോ. അതടങ്ങുന്ന ട്രോളി എപ്പോഴും അവൈലബിൾ ആയിരിക്കണം അല്ലെ. അത് എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് ഓരോ ജീവനക്കാർക്ക് അറിയാൻ സാധിക്കണം. പിന്നെ എന്താ പറയുന്നത്, ടു ഓൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻ. ടു ഓൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻ. ഓരോ എക്യുപ്മെന്റ്സും അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഓരോ സ്റ്റാഫുകൾക്ക് അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതായത് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഓരോ എക്യുപ്മെന്റ്സ് അവിടെ തപ്പാൻ പോയാൽ എന്ത് ചെയ്യും, പേഷ്യന്റ് ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്താണ്, എല്ലാ എമർജൻസി എക്യുപ്മെന്റ്സും എന്ത് ചെയ്യണം, ആ തിയേറ്റേഴ്സിനകത്ത് എപ്പോ വേണമെങ്കിൽ അവൈലബിൾ ആവുന്ന രീതിയിൽ അതിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് ഓരോ ജീവനക്കാർക്ക് അറിഞ്ഞിരിക്കണം. Specific duties of each person to be performed in connection with emergency equipment checking of medicines with our expert and preventive maintenance equipment. അങ്ങനെയല്ലേ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന specific duties of each person to be performed in connection with emergency equipment checking of medicines which are expert and preventive maintenance of equipment. ഇനി ഓരോ എമർജൻസി എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ എന്താണ്, ഓരോ പേഴ്സൺസിന് ഓരോ സ്റ്റാഫുകൾക്ക് എന്താണ് ഒരു ഈച്ച് ഡ്യൂട്ടീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് നിർബന്ധമായിട്ട് എല്ലാവരും ചെക്ക് ചെയ്യും, നിർബന്ധമായിട്ട് എല്ലാവരും ആ ഡ്യൂട്ടീസ് പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, മെഡിസിൻസ് അല്ലെ, കൃത്യമായിട്ട് മെഡിസിൻസ് ചെക്ക് ചെയ്യാം. പ്രത്യേകിച്ച് അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഏതെങ്കിലും എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും തരത്തിൽ തകരാറുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അത് നിരന്തരമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ, മോണിറ്ററിംഗ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഈ എക്യുപ്മെന്റ്സിനൊക്കെ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഒന്നുകൂടി നോക്കാം. എമർജൻസി എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? കാർഡിയാക് ട്രോളി അടങ്ങുന്ന ഡെഫിബ്രിലേറ്റർ അടങ്ങുന്ന കാർഡിയാക് ട്രോളി എപ്പോഴും എന്താണ്, ഈസിലി അവൈലബിൾ ആയിരിക്കണം. എല്ലാ ജീവനക്കാർക്കും എന്താണ്, ഇതിന്റെ ലൊക്കേഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സ്പെസിഫിക് ഡ്യൂട്ടീസ് അവർക്ക് പറയുന്നുണ്ട്, അതിനനുസരിച്ച് അത് പെർഫോം ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് എമർജൻസി എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടീസ് കൃത്യമായിട്ട് നിർവഹിക്കേണ്ടതുണ്ട്. മരുന്നുകളുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടോ, അത് റിപ്പയർ ചെയ്യണോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, യെസ്, അത് അത്രേ ഉള്ളൂ. 3 ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് involve standard policies for protection of patients in operation theatre. Administration must involve standard policies for protection of patients in operation theatre. Yes, നമ്മള് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ലേ? കിട്ടിയല്ലോ. ടെക്സ്റ്റ് നോക്കാം കേട്ടോ. ടെക്സ്റ്റിൽ നോക്കാം. തിയേറ്ററിലെ രോഗികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് പോളിസീസുകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. തിയേറ്റേഴ്സിലെ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നിരിക്കുന്ന പോളിസീസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ, റിസ്ട്രെയിനിങ് ഓഫ് പേഷ്യന്റ് ഡ്യൂറിംഗ് മൂവ്മെന്റ്, പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ while turning on transferring, infection prevention controls അല്ലെങ്കിൽ protocols. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? തിയേറ്റേഴ്സിലെ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട, തിയേറ്റേഴ്സിലെ രോഗികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് പോളിസീസ് എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, ഒന്നെന്താണ്? മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. എന്താണ് മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്? നമുക്ക് എങ്ങനെയൊക്കെ പേഷ്യൻസിനെ തിരിച്ചറിയാൻ സാധിക്കും? എങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാം? എങ്ങനെയൊക്കെ തിരിച്ചറിയാം? നമുക്ക് കൂടാതെ കാര്യം പറയൂ വളരെ. എങ്ങനെയൊക്കെ നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? രോഗിയെ തിരിച്ചറിയുന്നതിനുള്ള രീതികൾ എന്തൊക്കെയാണ്?
പറയാമോ? ആലോചിച്ചു നോക്കൂ. കയ്യിൽ ബാഡ്ജ് ഉണ്ടായിരിക്കും. ബാഡ്ജിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും? അല്ലെങ്കിൽ ബാഡ്ജോ അല്ലെങ്കിൽ ടാഗോ എന്തെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ID. യെസ്, ആളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ID ഉണ്ടായിരിക്കും. അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? നെയിം ഉണ്ടായിരിക്കും, നെയിം ഓഫ് ദി സർജറി ഉണ്ടായിരിക്കും. പിന്നെ രോഗിയെ നമുക്ക് ശരിയായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാണ് രോഗിയുടെ ID കാർഡ് എന്ന് പറയുന്നത്, അല്ലെ? ID അല്ലെ, അഡ്മിറ്റ് ആയ ഡേറ്റും അല്ലെങ്കിൽ ആളുടെ പേരുണ്ടായിരിക്കും, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത് ഉണ്ടായിരിക്കും, അല്ലെ? ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ പേരുണ്ടായിരിക്കും. പ്രധാനമായിട്ടും എന്തായിരിക്കും? രോഗിയെ തിരിച്ചറിഞ്ഞ ആളുടെ പേരും അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത് കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, യെസ്, അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെ? ഇനി സെക്കൻഡ് വൺ എന്താണ്? റിസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്. രോഗിയെ മാറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? രോഗിയെ മാറ്റുന്ന സമയത്ത് ഇത് സുരക്ഷിതമായിട്ടായിരിക്കണം നമ്മൾ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, സ്ട്രക്ചറിൽ നിന്ന് ബെഡിൽ നിന്ന് വീൽചെയറിലോട്ടൊക്കെ മാറ്റുന്ന സമയത്തും എപ്പോഴും എന്ത് ചെയ്യണം? രോഗിയെ മാറ്റുമ്പോൾ നമ്മൾ സുരക്ഷിതമായിട്ട് നിയന്ത്രിച്ചിട്ടായിരിക്കണം അവരുടെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യണം, അല്ലെ? അത് വീഴാതിരിക്കാനുള്ള എല്ലാത്തരം ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ പേഷ്യൻസിനെ നമ്മൾ എങ്ങോട്ടെങ്കിലും മാറ്റേണ്ടത്. ഓക്കെ, then protection of patients on operating table while turning on transferring. Protection of patients on operating table while turning on transferring. ഇനി ടേബിളിനകത്ത്, ഓപ്പറേഷൻ ടേബിളിനകത്തൊന്നും നമ്മള് എന്താണ്, ഓപ്പറേഷൻ ടേബിൾ ചിലപ്പോൾ തിരിക്കുമ്പോഴോ നമ്മൾ ഉയർത്തുമ്പോഴോ താഴ്ത്തുമ്പോഴോ ഒക്കെ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നിയന്ത്രിച്ചേ മതിയാവും. കാരണം എന്താണ്? നമ്മുടെ കൺട്രോൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ്, രോഗിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബർമ്മ പറ്റാനുള്ള സാധ്യത. അപ്പൊ രോഗിയെ പരിക്കേൽപ്പിക്കാതെ ആയിരിക്കണം, രോഗിയെ പ്രൊട്ടക്ട് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് ആളെ ടേൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ടേബിളിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ്. നിർബന്ധമായിട്ടും തിയേറ്റേഴ്സിലുള്ള രോഗികളുടെ പ്രൊട്ടക്ഷൻ, പ്രത്യേകിച്ച് എന്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ? അണുബാധ തടയുന്നതിനുള്ള എല്ലാ പ്രൊട്ടക്ഷൻസും നമ്മൾ അതിനകത്ത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. യെസ്, അതായത് പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമുള്ള അണുബാധ തടയുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസുകൾ ഉണ്ടെന്ന് നിരന്തരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോട്ടോകോൾസുകൾ നമ്മൾ പാലിക്കുക. ഓക്കെ, യെസ്, നമ്മൾ പഠിച്ച എന്താണ്? പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് പോളിസീസ് ആണ് ഒന്ന്. മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ, restraining of patient during movement, and protection of patient on operating table while turning or transferring, and infection prevention protocols. Okay, മനസ്സിലായോ? ഇനി നമ്മൾ നോക്കുന്നത് റിക്കവറി റൂമിലാണ് കേട്ടോ. റിക്കവറി റൂമില് patient observation to be performed every 50 minutes after, including vital signs, level of consciousness, bleeding, etc. Patient observation to be performed every 50 minutes. ഇപ്പൊ റിക്കവറി റൂം എന്ന് പറയുമ്പോൾ ഏതാണ്? റിക്കവറി റൂം എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ദ സർജറിക്ക് ശേഷം പേഷ്യന്റിന് നമ്മൾ റിക്കവറി റൂമിലായിരിക്കും അക്കീഡ് ചെയ്തിരിക്കുന്നത്, അല്ലെ? അവിടെ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ എന്താണ്, ഏകദേശം 50 മിനിറ്റ്സ് കൂടുന്ന സമയത്ത്, സർജറിക്ക് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റ് കൂടുന്ന സമയത്ത് എന്താണ്, ആളെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അവരുടെ വൈറ്റൽ സയൻസ്, ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, ബ്ലീഡിങ്, ഇത് മൂന്നും എന്താണ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പേഷ്യൻസിന്റെ BP, ഓക്സിജൻ സാച്ചുറേഷൻ, ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ മുതലായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ സർജറിക്ക് ശേഷം നമ്മൾ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ചെക്ക് ചെയ്യണം, ആള് കോൺഷ്യസ് ആണോ എന്ന്. അതായത് ചിലപ്പോൾ സഡേഷന്റെ എഫക്റ്റ് ഒക്കെ കഴിയാൻ ചിലപ്പോൾ സമയം എടുക്കും. എന്നിരുന്നാൽ പോലെ തന്നെ ചില പേഷ്യൻസ് ചിലപ്പോൾ മണിക്കൂറുകളുടെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ആള് കോൺഷ്യസ് ആയി മാറും. ചില പേഷ്യൻസ് എന്താണ് പെട്ടെന്ന് തന്നെ ആവുന്നവരുണ്ട്. അപ്പൊ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തോണ്ടിരിക്കണം. അത് കോൺഷ്യസ്നസ് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഒന്നല്ലെങ്കിൽ അവരോട് സംസാരിക്കുക, എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ കേൾക്കുന്നുണ്ടോ, റെസ്പോണ്ട് ചെയ്യണോ എന്നുള്ള രീതിയിൽ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, അല്ലെ? നോക്കിയാണ് എവിടെയെങ്കിലും വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, ആള് കോൺഷ്യസ് ആയി വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ബ്ലീഡിങ്, കൃത്യമായിട്ട് ബ്ലീഡിങ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, എപ്പോ വേണമെങ്കിലും ഈ ആളുടെ കണ്ടീഷൻസ് മാറാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് എല്ലാം ഓക്കെ ആയെന്ന് പറയാൻ ചിലപ്പോൾ പറ്റില്ല, അല്ലെ? ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ മാറാനായിട്ട് ഏകദേശം സെക്കൻഡുകൾ മാത്രം മതിയാവും. ഓക്കെ, അപ്പോ അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 50 മിനിറ്റ്സ് കൂടുമ്പോൾ പേഷ്യൻസിന് ആ റെഗുലർ ആയിട്ടുള്ള ഇന്റർവെൽസിൽ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, then all equipment should be ready on demand. All equipment should be ready on demand. എന്താ പറയുന്നേ?
എല്ലാ എക്യുപ്മെന്റ്സും റിക്കവറി റൂമിൽ എന്താണ്, റിക്കവറി റൂമിലെ എല്ലാ എക്യുപ്മെന്റ്സുകളും ആവശ്യാനുസരണം ലഭ്യമായിരിക്കണം അല്ലെ. ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും എന്താണ് എപ്പോഴും തയ്യാറാക്കി വെക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സർജറി കഴിഞ്ഞെന്ന് വിചാരിച്ച കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ അവസാനിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതിനാൽ തന്നെ എന്താണ് എല്ലാ എക്യുപ്മെന്റ്സും അവിടെ അവൈലബിൾ ആയിരിക്കണം. Restriction of visitors to prevent infection. Restriction of visitors to prevent infection. അണുബാധ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സന്ദർശകരെ അനുവദിക്കാൻ പാടുള്ളതല്ല അല്ലെ. കൃത്യമായിട്ട് വിസിറ്റേഴ്സിനെ നമ്മൾ എന്താണ് കൺട്രോൾ ചെയ്തിരിക്കണം. ആരെയും തന്നെ റിക്കവർ റൂംസിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷനുമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പോളിസീസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാമോ? അത് ഒന്ന് വായിച്ചു നോക്കൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഓക്കെ, ക്ലാസ്സിൽ നിന്ന് ഓരോരുത്തർ ലെഫ്റ്റ് ആയി പോണെന്തോ എനിക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. എന്താണ് കയറിയപ്പോ 63 പേരുണ്ടായിരുന്നു, നിങ്ങൾ പോയി അറിയില്ല. നിങ്ങൾ ലെഫ്റ്റ് ആയി പോകരുത് കേട്ടോ. ക്ലാസ് ബോറടിക്കുന്നുണ്ടോ? ബോറടിച്ചിട്ട് പോയതായിരിക്കാം, അല്ലെങ്കിൽ ചില ഉറക്കം വരുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ റീസൺ അല്ലെ. ഇതെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിലെ ഇൻ റിക്കവറി റൂമിലെ ഫസ്റ്റ് പോയിന്റ് ഉണ്ടോ, നിങ്ങൾ അത് പഠിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. റിക്കവറി റൂമിലെ പേഷ്യന്റ് ഒബ്സർവേഷൻ എന്ന ഭാഗം ടിക്ക് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യോ ടിക്ക് ചെയ്യോ ചെയ്യാം കേട്ടോ. പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി പെർഫോം എവറി എത്ര മിനിറ്റ്സ് ആണ്? 50 minutes ആഫ്റ്റർ ദ സർജറി. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അവിടെ മോണിറ്റർ ചെയ്യുന്നത്? വൈറ്റൽ സയൻസ്, ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ആൻഡ് ബ്ലീഡിങ്. ഓക്കെ, എക്സെട്ര. ആ ഭാഗം നോക്കണം കേട്ടോ. ഇനി നമ്മള് ലാസ്റ്റ് ആണ്, ലാസ്റ്റ് ഭാഗമാണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ എന്താണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Operating room executive secretary keep the department running smoothly and effectively by greeting and welcoming patients, welcoming patients. Okay, first point എന്താ പറയുന്നത്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടി, പ്രധാന ഡ്യൂട്ടി എന്താണ്? ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നത് ആരാണ്? അദ്ദേഹമാണ് അല്ലെ. മാത്രമല്ല വരുന്ന പേഷ്യൻസിന് ഏറ്റവും നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, Operating room executive secretary keep the department running smoothly and effectively by greeting and welcoming patients. രോഗികളെ നല്ല രീതിയിൽ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ എന്താണ് തിയേറ്റേഴ്സിന്റെ വകുപ്പിന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വർക്കുകൾ കൃത്യമായിട്ട് സുഗമമായിട്ട് നടത്തി കൊണ്ടുപോകുന്നത് ഇദ്ദേഹത്തിന്റെ ചുമതലയാണ്. ഓക്കെ, answering questions and clear doubts. Answering questions and clear doubts. രോഗികൾക്കും പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം സംശയങ്ങളെല്ലാം തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് ആരോടാണ്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണല്ലോ. അപ്പൊ തരത്തിലുള്ള സംശയങ്ങൾക്കെല്ലാം തന്നെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ മറുപടികളും പറയുന്നതും അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടിയാണ് കേട്ടോ. യെസ്, ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ പറയുകയും സംശയങ്ങൾ കൃത്യമായിട്ട് തീർത്തു കൊടുക്കുകയും ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. These workers operate office equipment that includes voicemail and phone system, machine, copies and scanners, and also maintain organized department supplies. ഇനി ഇങ്ങനെ ഓഫീസ് എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഓഫീസ് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് വർക്ക്സ് കൂടി ഈ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? അതായത് ടെലിഫോൺ സിസ്റ്റം കൈകാര്യം ചെയ്തത്, മെഷീൻസ്, കോപ്പീസും സ്കാനേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തത്, ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള മറ്റ് സപ്ലൈസ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്ന ഡ്യൂട്ടീസ് എല്ലാം തന്നെ ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്.
ടെലിഫോൺ, വോയിസ് മെയിൽ, കമ്പ്യൂട്ടർ, ഫോട്ടോ കോപ്പികൾ, സ്കാനർ തുടങ്ങിയ ഓഫീസ് ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടീസ് എല്ലാം ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. യെസ്, ഇവിടെ വരെ പറഞ്ഞത് മനസ്സിലായോ? ഇവിടെ നോക്കൂ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഏറ്റവും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യിപ്പിക്കുന്നത് ഇദ്ദേഹമാണ്. വരുന്ന പേഷ്യൻസിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. പേഷ്യൻസിന്റെ ഫാമിലീസിനുള്ള ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്യുന്നു. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി നൽകുന്നു. ഓഫീസ് വർക്കുമായി, ഓഫീസ് എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വർക്ക്സുകളൂടെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഫോൺസിനെ കൺട്രോൾ ചെയ്യുന്നു, വോയിസ് മെയിൽ കൺട്രോൾ ചെയ്യുന്നു, തുടങ്ങിയ എല്ലാ, പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള എല്ലാ സപ്ലൈസും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ്. പിന്നെ അടുത്ത ഡ്യൂട്ടി എന്താണ് അദ്ദേഹത്തിന്റെ? ആക്സെപ്റ്റ് ആൻഡ് റൂട്ട് മെസ്സേജസ് ആൻഡ് ട്രാൻസ്ഫർ കറസ്പോണ്ടൻസ് വെർബലി ഓർ ത്രൂ റൈറ്റ് ഫോം. Accept, route messages and transfer correspondence verbally or through right forum. Forum ആണ് കേട്ടോ, ഫോം ആണ് കേട്ടോ, ഫോം ആണ്, ഫോറം അല്ല ഫോം. ഓക്കെ, അതായത് ഇവർക്ക് ലഭിക്കുന്ന സന്ദേശം റൂട്ട് മെസ്സേജസ് അല്ലെ, അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന റൂട്ട് മെസ്സേജുകൾക്കെല്ലാം തന്നെ മറുപടി കൊടുക്കുന്നത് അല്ലെ. മറ്റു ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് വരുന്നുള്ള എല്ലാത്തരം റൂട്ട് മെസ്സേജുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങളെല്ലാം, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഇടപാടുകൾ, മറ്റ് രേഖകളെല്ലാം തന്നെ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന ഡ്യൂട്ടി ഇദ്ദേഹമാണ് ചെയ്യുന്നത് കേട്ടോ. യെസ്, മനസ്സിലായി പറഞ്ഞത്. വരുന്ന മെസ്സേജുകൾ, സന്ദേശങ്ങളെല്ലാം തന്നെ സ്വീകരിക്കും, അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള മറുപടികൾ, അതിന്റെ മറ്റ് രേഖകളൊക്കെ കൈമാറുന്നതും, അല്ലെങ്കിൽ വെർബലി ആയിരിക്കുകയാണെങ്കിൽ റിട്ടേൺ ഫോമിൽ കൈമാറുന്നതും ആരാണ്? ഓപ്പറേറ്ററും എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിന് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഡ്യൂട്ടീസ് വരുന്നുണ്ട്. അഡീഷണൽ ഡ്യൂട്ടി എന്തൊക്കെയാണ്? കൺസിസ്റ്റ് ഓഫ് ടേക്കിംഗ് സ്പെസിമെൻ ടു ദ ലാബ്, ഹെൽപ്പിംഗ് ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ, സപ്പോർട്ടിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ത്രൂ അപ്ഡേറ്റിംഗ് ബെഡ് സ്റ്റാറ്റസ്. ഇനി അഡീഷണൽ ആയിട്ട് ഇദ്ദേഹത്തിന് വരുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് ലാബിലേക്ക് സ്പെസിമെൻ മാതൃകകൾ കൊണ്ടുപോകുന്നത്, ലാബ് സാമ്പിൾസുകൾ കൊണ്ടുപോകുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ബെഡ് സ്റ്റാറ്റസ്, ബെഡിന്റെ അവൈലബിലിറ്റി ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതും ഷെഡ്യൂളിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതും ഇദ്ദേഹത്തിന്റെ പ്രധാന ചുമതലയാണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ അഡീഷണൽ ഡ്യൂട്ടീസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ ലാബിലേക്ക് സ്പെസിമെൻ മാതൃകകൾ കൊണ്ടുപോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. സാമ്പിളുകൾ, അതായത് ലാബിലേക്ക് സാമ്പിൾസ് കൊണ്ടുപോകില്ല നമ്മള്, അത് കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? സർജറി ഷെഡ്യൂളിംഗ് അല്ലെ, സർജറി ഷെഡ്യൂളിംഗ് ഒക്കെ അപ്ഡേറ്റ് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുകയും, അതോടൊപ്പം തന്നെ എന്താണ്? ബെഡ്സിന്റെ അവൈലബിലിറ്റി അല്ലെ, ബെഡിന്റെ ലഭ്യത കൃത്യമായിട്ട് ബെഡ് സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതും ഇദ്ദേഹത്തിന്റെ ചുമതലയാണ്. ഓക്കെ, മനസ്സിലായോ പോയിന്റ്? ഇപ്പൊ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ക്ലാസ്സിൽ നിന്ന് ആരും ലെഫ്റ്റ് ആയി പോലെ കേട്ടോ, ഇവിടെ ഇരിക്കട്ടോ, അവിടെ ഇരിക്കും പോലെ. പിന്നെ ടീച്ചർ പറയുമ്പോ ഇപ്പൊ പോവല്ലേ, പോവാതിരിക്കല്ലേ? ഒന്നുകൂടി പറയാം, മനസ്സിലായില്ലാന്ന് തോന്നുന്നു എനിക്ക്. അദ്ദേഹത്തിന്റെ അഡീഷണൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞ എന്താണ്? ഈ ഓഫീസ് എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി അല്ലാതെ അദ്ദേഹത്തിന് അധിക ഡ്യൂട്ടി ആയിട്ട് വരുന്ന ഒന്നാണ് ലാബുകളിലേക്ക് മാതൃകൾ, സാമ്പിൾസ് ഒക്കെ കൊണ്ടുപോകുന്ന ഡ്യൂട്ടി ഇദ്ദേഹം ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എന്താണ്? സർജറിയുമായി ബന്ധപ്പെട്ട ഷെഡ്യൂളിംഗ് പ്രൊസീജിയേഴ്സ്, അതിന്റെ ഷെഡ്യൂളിംഗ് ടൈം ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്? ബെഡ് സ്റ്റാറ്റസ്, ബെഡിന്റെ അവൈലബിൾ, എവിടേക്കാണ് ബെഡ്സ് അവൈലബിലിറ്റി ഉള്ളതെന്നൊക്കെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? Okay. Then maintaining cleanliness and orderliness like cleaning nurses stations. Maintaining cleanliness and orderliness like cleaning nurses stations. എന്താ ഇവിടെ പറയുന്നത്? നഴ്സിംഗ് സ്റ്റേഷനും അവിടുത്തെ ക്ലൈമറ്റ്, ആ ഏരിയാസിൽ അല്ലെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന തിയേറ്റേഴ്സിന്റെ എല്ലാ പരിസരങ്ങളും എപ്പോഴും നമ്മൾ എന്തായിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? എപ്പോഴും ഒരു നല്ല രീതിയിലുള്ള ശുചിത്വം, എപ്പോഴും ക്ലീൻനെസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. നഴ്സിംഗ് സ്റ്റേഷൻ, ഓഫീസ് പരിസരം വൃത്തിയായിട്ട് ക്രമമായിട്ട് നമ്മൾ സൂക്ഷിക്കുക. ഓക്കെ, അതെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുന്നതും ആരാണ്? ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. Then executive secretaries may also responsible for managing and training new clerical within the operating room department. Executive secretaries may also be responsible for managing and training new clerical within the operating room department. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പുതിയതായിട്ടുള്ള ഫ്രഷേഴ്സ് ആയിട്ടുള്ള സ്റ്റാഫുകൾ വന്നിട്ടുണ്ടാവും അല്ലെ.
ന്യൂ ക്ലറിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാത്തരം പരിശീലനങ്ങളും കൃത്യമായിട്ട് അതായത് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ആരാണ്? ഓപ്പറേറ്റീവും എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിലിറ്റി സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അതായത് വരുന്ന പുതിയ ന്യൂ സ്റ്റാഫുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള അവർ ഓവർസീ ചെയ്യുന്ന അവർക്ക് വേണ്ട എല്ലാത്തരം നിർദ്ദേശങ്ങൾ കൊടുത്ത് അവർക്ക് വേണ്ട എല്ലാത്തരം പരിശീലനങ്ങൾ കൊടുക്കുന്നതിനുള്ള ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി വഹിക്കുന്നത് ഓപ്പറേറ്റീവും എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? അതുകൂടി നോക്കാം. ഓപ്പറേറ്റീവ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് ഒന്നുകൂടി നോക്കിയേ, ബ്രീഫ് ചെയ്ത് പറയാം. ഒരു ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യിപ്പിക്കുന്ന അദ്ദേഹമാണ്. വരുന്ന പേഷ്യൻസിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിന്റെ സംശയങ്ങൾക്കെല്ലാം കൃത്യമായ രീതിയിൽ മറുപടി നൽകുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസ് എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട മറ്റു ഡ്യൂട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ സിസ്റ്റംസ്, വോയിസ് മെയിൽസ് കൺട്രോൾ ചെയ്യുക, ഫോൺ സിസ്റ്റം കൺട്രോൾ ചെയ്യുക, മെഷീൻസ് നോക്കുക, സ്കാനേഴ്സ് നോക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസ് എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഓക്കെ, യെസ്. പിന്നെ ദാറ്റ്സ് അപ്രൂവ്ഡ് മെസ്സേജസ്, അതായത് മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്ന മെസ്സേജസുകളെല്ലാം തന്നെ എന്താണ് അദ്ദേഹം സ്വീകരിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള മറുപടികൾ, ആ മെസ്സേജുകൾ അക്സെപ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ് ബന്ധപ്പെട്ടവർക്ക് അതിന്റെ മറുപടികൾ കൃത്യമായിട്ട് രേഖാമൂലവും അത് കൈമാറ്റം ചെയ്യുന്നു. ഓക്കെ, പിന്നെ അഡീഷണൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? ലാബിലേക്ക് മാതൃക സാമ്പിൾസ് കൊണ്ടുപോവുക, ബെഡ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ സർജറി ഷെഡ്യൂളിംഗ് ഒക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ തിയേറ്റേഴ്സിനകത്ത് എപ്പോഴും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനകത്തും എപ്പോഴും എന്താണ് ക്ലീനസ് നിലനിർത്തുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഇനി വരുന്ന ന്യൂ ക്ലറിക്കൽ സ്റ്റാഫുകൾക്ക് എന്താണ് വേണ്ട രീതിയിലുള്ള പരിശീലനവും അവരെ കൃത്യമായിട്ട് ഓവർസീ ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, വായിച്ചു നോക്കി, വായിച്ചു നോക്കൂ. ക്ലിയർ ആണോ? ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ്. എല്ലാവരും ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യുന്നില്ലേ? അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. ഇനി വേറൊരു കാര്യം പറയാം. ഇതൊക്കെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം, ഒന്ന് ടിക്ക് ചെയ്തു കേട്ടോ. ഇതിന്റെ ലാസ്റ്റ് പോയിന്റ് ഉണ്ടോ? ലാസ്റ്റ് പോയിന്റ് റെസ്പോൺസിബിലിറ്റീസിലെ ലാസ്റ്റ് പോയിന്റ് ടിക്ക് ചെയ്യാം. ദെൻ അഡീഷണൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ലേ, അതൊന്ന് നോക്കണം കേട്ടോ. അഡീഷണൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിന് വരുന്നത്? ലാബിലേക്ക് മാത്രകൾ ഉണ്ടാവുക, അതുപോലെ തന്നെ ബെഡ് സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുക. അതാണ് അഡീഷണൽ ആയിട്ട് വരുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? ഈ രണ്ട് പോയിന്റ്സ് ആണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഈ റിക്കവറി റൂമിൽ വരുന്ന പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നത് ഫസ്റ്റ് പോയിന്റ് ആണെന്നുള്ളത്. ഒബ്സർവേഷൻ എപ്പോഴാണ് നമ്മൾ നോക്കുന്നത്? 50 മിനിറ്റ്സ് കൂടുമ്പോഴാണെന്നുള്ളത് നോക്കാം. പിന്നെ ഈ പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഓപ്പറേഷൻ തിയേറ്ററില് ഇതിലെ മൂന്നാമത്തെ പോയിന്റ് ഉണ്ടോ? GFCI സ്റ്റാൻഡ് ഫോർ ഗ്രൗണ്ട് ഫോൾ സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. അതൊന്ന് ടിക്ക് ചെയ്യാം കേട്ടോ പോയിന്റ്. റേഡിയേഷൻ ഡോസിമീറ്റർ, നെക്സ്റ്റ് പോയിന്റ് റേഡിയേഷൻ ഡോസിമീറ്റർ ടിക്ക് ചെയ്യാം. ഇത്രയും ഭാഗത്തൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. പിന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ കണ്ടിപ്പോ ആൻസർ ചെയ്യാനൊക്കെ പറ്റുന്നില്ലേ? ക്വസ്റ്റ്യൻ കണ്ട് ആൻസർ ചെയ്യാൻ പറ്റാറില്ല നിങ്ങൾക്ക് ടെസ്റ്റ് കാണുമ്പോ? ഇതൊക്കെ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത പോയിന്റ്സ് ഒന്ന് നിങ്ങൾ ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ? വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ അതൊന്ന് ഇട്ട് കൊടുത്തേക്കണേ. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ എങ്ങനെയായിരിക്കും ഇതിന് ആൻസർ വരുന്നതെന്ന് നമുക്ക് കോമൺ സെൻസ് വെച്ച് ആലോചിക്കാവുന്ന കാര്യങ്ങളുള്ള ഇതിലൊക്കെ കുറെ പോയിന്റ്സുകളാണ് കേട്ടോ.
പിന്നെ ശ്രദ്ധിക്കുക, ഈ മോക്ക് ടെസ്റ്റ് വരുന്ന സമയത്ത് ഏതെങ്കിലും ചോദ്യങ്ങൾ ബുദ്ധിമുട്ടാണ്, ഏതെങ്കിലും ഭാഗത്ത് നിടുന്ന ചോദ്യങ്ങൾ ടീച്ചർ ആ മോക്ക് ടെസ്റ്റ് ബുദ്ധിമുട്ടാണെന്നൊന്ന് പറഞ്ഞേക്കണം. ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ നിങ്ങൾ സിമ്പിൾ ആക്കി തരും കേട്ടോ. ചോദ്യങ്ങൾ പാടാണെങ്കിൽ വെറുതെ പറയരുത്, വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല, ബുദ്ധിമുട്ടാണെന്ന് കോമൺ ആയിട്ടൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റിത്തരും. കുഴപ്പമില്ലല്ലോ, മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെ. ഇന്ന് പഠിച്ച കാര്യത്തിന്റെ ബന്ധപ്പെട്ടാണ് നാളെ ആ 5 മോക്ക് ടെസ്റ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്ര മെമ്മറി കപ്പാസിറ്റി ഉള്ള അത്യാവശ്യം ഒന്ന് കവർ ചെയ്യും. ഓക്കെയാണ്. ഇനി നമ്മള് മൊഡ്യൂൾ 1 ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്, എല്ലാം ചെയ്യാൻ പറ്റുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഇതില് നമ്മുടെ ഹോസ്പിറ്റൽ വാർഡ് ഉണ്ട് അല്ലെ, അതെടുത്തിട്ടില്ല. 10th ചാപ്റ്റർ എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എളുപ്പമാണോ? ജസ്റ്റ് ഒന്ന് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാം. ഹോസ്പിറ്റൽ വാർഡ്സിൽ നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽ വാർഡിന്റെ ഒരു ഡെഫിനേഷൻ പഠിക്കും, ടൈപ്സ് ഓഫ് വാർഡുകൾ പഠിക്കും, സ്പെഷ്യലൈസ്ഡ് വാർഡുകളുടെ പേരുണ്ട്, വാർഡിന്റെ പർപ്പസ് എന്താണ്, വാർഡിൽ ഏതൊക്കെ സ്പേസസുകൾ ഉണ്ട്, വാർഡിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, ഒരു നല്ല വാർഡിന് വേണ്ട അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് വാർഡിന് വേണ്ട ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്, പിന്നെ വാർഡ് ക്ലർക്ക് സെക്രട്ടറി, ഒരു വാർഡിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ഒരാളാണ് ആര്, വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. പിന്നെ വരുന്നത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ ആരാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്താണ്, അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ PR, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. PRO കേട്ടിട്ടില്ലേ നിങ്ങള്? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആരാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അത്രയും ചാപ്റ്റർ 10 വരുന്നുള്ളൂ കേട്ടോ. നമുക്കത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്തതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നോക്കട്ടെ കേട്ടോ. OT എന്ന ചാപ്റ്ററിൽ ആർക്കും വേറെ ഡൗട്ട്സുകളൊന്നുമില്ലല്ലോ? ചാപ്റ്റർ 12 എന്തെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഭാഗത്ത്? ഇല്ലല്ലോ പിള്ളേരെ? ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഇല്ല. ഓക്കെ, അപ്പൊ നാളെ മിസ് ഉണ്ടാവില്ല. എന്റെ പീരീഡ് അശ്വിൻ മിസ് ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഉറങ്ങാതിരിക്കാലോ, ഞാൻ നാളെ ലീവാണേ. യെസ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത തേഴ്സ്ഡേ നമ്മൾ കാണുള്ളൂ. ഓക്കെ, താങ്ക് യു. ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഒത്തിരി പേര് ഇപ്പൊ തന്നെ ലെഫ്റ്റ് ആയിപ്പോയി, ആകെ കുറച്ച് പേരുള്ളൂ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ബൈ. ശരി, ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. താങ്ക് യു.